ഈ കെ എം എബ്രഹാമിൻ്റെ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് അടുത്ത വൃത്തങ്ങളിലാണ് ഈ ഇത്തരത്തിൽ അന്വേഷണം കൂടുതലായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയുമാണ്. ഇപ്പോൾ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായ CBI അന്വേഷണം ഉത്തരവ് വന്നതോടുകൂടിയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് പിണറായി വിജയൻ എത്തുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയിലാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, ഇതൊരു വിലയിരുത്തലിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ്. ഈ വിഷയത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം പലയിടങ്ങളിലായി ഉണ്ട് എന്ന് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. അതിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി തോമസ് ജേക്കബ് ഈ വിഷയം അന്വേഷിക്കുന്നു. അതിനുശേഷം സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കുന്നു. ഇതിൽ തെളിവില്ല എന്ന് കണ്ട് സ്വാഭാവികമായും ആ തെളിവില്ല എന്ന് കണ്ട് അന്വേഷണം അവസാനിപ്പിക്കുന്ന സാഹചര്യം. പക്ഷേ തെളിവുകൾ പരാതിക്കാരൻ്റെ കയ്യിലുള്ളപ്പോൾ അദ്ദേഹം കോടതിയെ സമീപിക്കുകയും കോടതി ആദ്യം തന്നെ ഇതിനെ സംശയത്തിൻ്റെ നിഴലിലാണെത്തിയത്. എങ്ങനെ ഇങ്ങനൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞു സംസ്ഥാന വിജിലൻസിന് എന്നടക്കമുള്ള കാര്യങ്ങൾ. ഇത് ഈ അധികാര കേന്ദ്രങ്ങളിൽ തന്നെ ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയും അന്വേഷണ ഏജൻസികൾ കേസുകളെടുത്ത് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ സർക്കാരിനൊരു കുലുക്കവുമില്ലേ? ഇതൊക്കെ സ്വാഭാവികമാണെന്ന് അദ്ദേഹം കരുതുന്നുവോ? വീണ, ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ കിഫ്ബിയുടെ തലപ്പത്തിരിക്കുന്നു. അങ്ങനെ പരമോന്നത സ്ഥാനങ്ങളിലെല്ലാം ഇരുന്നൊരു വ്യക്തിയാണ് സ്വത്ത് സമ്പാദന കേസിൽ ഇത്തരത്തിൽ CBI അന്വേഷണം നേരിടണം എന്നുള്ളൊരു നിർണായക സുപ്രധാനമായിട്ടുള്ള വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. 2015 മെയ് 25-നാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതിയുമായി ജോമോൻ പുത്തൻപുരയ്ക്കൽ അല്ലെങ്കിൽ ഹർജിയുമായി തന്നെ കോടതിയിലേക്ക് എത്തുന്നത്. അതിനു മുൻപ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. നിരവധി ഇടങ്ങളിൽ പരാതി നൽകിയ പരാതികളൊന്നും പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ കൂടിയാണ് കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ജോമോൻ പുത്തൻപുരയ്ക്കൽ സ്വീകരിക്കുകയും ചെയ്തത്. ആദ്യഘട്ടങ്ങളിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി അന്വേഷണം നടത്തി, പിന്നീട് വിജിലൻസിന്റെ ത്വരിത പരിശോധന നടത്തി. പരിശോധനയിലൊന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ CBIയുടെ നിർണായകമായ അന്വേഷണം ഈ കേസിൽ നടത്തണം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ കെ എം എബ്രഹാമിനെതിരെ CBIയുടെ അന്വേഷണം വേണമെന്നൊരു നിർണായക തീരുമാനത്തിലേക്ക് ഒപ്പം തന്നെ വിധിയിലേക്ക് ഹൈക്കോടതി എത്തുകയും ചെയ്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയാണ്. കാരണം ഇപ്പോഴും സർക്കാരിൻ്റെ പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ സുപ്രധാനമായിട്ടുള്ള ചില പദവികൾ കൈയാളുന്ന ഒരു വ്യക്തി അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തി അദ്ദേഹം ഈ ചുമതലയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ CBI അന്വേഷണം നേരിടണമെന്നുള്ളൊരു വിധി ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയായി തന്നെ കണക്കാക്കേണ്ടി വരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്, പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. കൂടാതെ സർക്കാർ എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന കിഫ്ബി എന്ന് പറയുന്ന കിഫ്ബിയുടെ തലപ്പത്ത് കിഫ്ബിയുടെ CEO ആയി അദ്ദേഹം ചുമതല വഹിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു അന്വേഷണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്. ഹർജിക്കാരൻ 2015 ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം, അതായത് പ്രതിമാസം ലഭിക്കുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ തുക ലോൺ അടയ്ക്കുന്നു ഇദ്ദേഹം. ഇത് എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ പണം കിട്ടിയത് എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഈ ഹർജിയിലൂടെ ചോദിക്കുന്നത്. അത് മാത്രമല്ല, ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സ്വത്ത് സമ്പാദനം കെ എം എബ്രഹാം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ ഉയർത്തിക്കാട്ടുന്നത്. ആദ്യഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി. മുഖ്യമന്ത്രി അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് പരാതി നൽകി, വിജിലൻസിന് പരാതി നൽകി. ഈ പരാതികളൊന്നും തന്നെ കാര്യമായി പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഇപ്പോൾ കോടതിയുടെ മുൻപിൽ തെളിഞ്ഞിരിക്കുകയാണ്. കോടതി അതടക്കം ചൂണ്ടിക്കാട്ടുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഉന്നത സർക്കാർ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിലൊരു പരാതി ഉയരുമ്പോൾ ആ പരാതി എങ്ങനെ ഇത്തരത്തിൽ ദ്രുതഗതിയിൽ അന്വേഷണം പൂർത്തിയാക്കി, കൃത്യമായി എന്തുകൊണ്ട് അതിൽ അന്വേഷണം നടന്നില്ല, അതിൻ്റെ നിജസ്ഥിതികൾ കണ്ടെത്തിയില്ല എന്നുള്ള ചോദ്യം കോടതി തന്നെ ചോദിക്കുന്നു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്. അത് ഇടത് വലത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കും എന്നുള്ളതിൽ ഒരു രീതിയിലുള്ള സംശയമില്ല. എന്തായാലും ആസ്തി ബാധ്യത കണക്കിൽ ഭാര്യയുടെയും മക്കളുടെയും സ്വത്ത് വിവരം നൽകിയില്ലെന്നും ഒപ്പം തന്നെ നിയമവിരുദ്ധമായി സ്വത്ത് സമ്പാദിച്ചെന്നുമായിരുന്നു ഈ ഒരു പരാതിയിൽ പറയുന്നത്. അപ്പോൾ ഈ അന്വേഷണം അടക്കം ഇനി വരുന്ന CBIയുടെ അന്വേഷണത്തിൽ പരിധിയിൽ വരും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും അന്ന് ചീഫ്
സെക്രട്ടറി അന്വേഷിച്ചതും അതിൻ്റെ അവസാനം എന്തായി, അതിൻ്റെ റിപ്പോർട്ട് എന്തായിരുന്നു, കൂടാതെ വിജിലൻസ് ഏതെല്ലാം തലത്തിലൂടെ ഏതെല്ലാം തരത്തിലായിരുന്നു ആ കേസ് അന്വേഷിച്ചത്, ഇതടക്കമുള്ള രേഖകൾ പരിശോധിച്ചായിരിക്കും ഇനി CBI അന്വേഷണം KM എബ്രഹാമിലേക്ക് നീങ്ങുക എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും സർക്കാർ പ്രതിരോധത്തിലാവുകയാണ്. ഒരു ഉന്നത ഉദ്യോഗസ്ഥന് ക്ലീൻ ചിറ്റ് നൽകിയതിലും ഇത്രയും നാൾ അതിൽ സംരക്ഷിച്ചതിലും ഒപ്പം തന്നെ സ്വത്ത് സമ്പാദനത്തിനും ഒരു ഉന്നത പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്രയധികം സ്വത്ത് സമ്പാദനം നടത്തി മറ്റുള്ളവരെ പറ്റിച്ചതിലടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള ക്ഷീണത്തിലേക്ക് ഈ ഒരു അന്വേഷണത്തോടെ കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വിലയിരുത്താൻ കഴിയുന്നത്. വീണ. ശരി ശാലിനി, ഏതായാലും സംസ്ഥാന സർക്കാരിലെ ഒരു സൂപ്പർ പവറായി വിലസിക്കൊണ്ടിരിക്കുകയാണ് KM എബ്രഹാം ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം വരുമ്പോൾ എങ്ങനെ സർക്കാർ പ്രതിരോധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അനധികൃതമായ ഒരു വൻ സമ്പാദ്യം തന്നെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് ആവശ്യമായ രേഖകളും ഈ പരാതിക്കാരൻ സമർപ്പിച്ചിട്ടുണ്ട്. മുംബൈയിലും തിരുവനന്തപുരത്തും യഥാക്രമം 3ഉം 1 കോടി രൂപ മൂല്യമുള്ള ഫ്ലാറ്റുകൾ, കൊല്ലത്ത് 8 കോടി രൂപ മൂല്യമുള്ള ഷോപ്പിംഗ് മാള്, ഇതെല്ലാം അദ്ദേഹത്തിനുണ്ട്. ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടപ്രകാരം വർഷം തോറും ഈ സ്വത്ത് വിവരങ്ങൾ സമർപ്പിക്കണം. അതിലൊക്കെയും പക്ഷേ ഒരു ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഭാര്യയുടെ പേരിലുള്ള സ്വത്തുക്കളുടെ കാര്യത്തിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അത് പൂർണ്ണമായും മറച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, ഈ വരവിനേക്കാൾ കൂടുതൽ തുക എങ്ങനെയാണ് ലോൺ അടയ്ക്കുന്നത് എന്നുള്ള സംശയങ്ങളൊക്കെയും കോടതി ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പൂർണ്ണമായ രീതിയിലും സംശയത്തിന് നിലനിൽക്കുന്ന ഒരാളാണ്. CBI കേസ് ഏറ്റെടുക്കുമ്പോൾ ഇന്ന് ഉത്തരവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷമായിരിക്കും അന്വേഷണ സംഘം രൂപീകരിക്കുകയും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. വലിയ പ്രതിരോധത്തിലേക്കായിരിക്കും സംസ്ഥാന സർക്കാർ വീണ്ടും കടക്കുക. മറ്റൊരു കേസ് കൂടി.